വിഷുവും ബർത്ത്ഡേയും ഒരുമിച്ച് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അടിപൊളിയായിരിക്കും അല്ലേ? എത്ര പേർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടാറുണ്ട് എന്നെനിക്കറിയില്ല. ഈ വർഷം വിഷുവും എൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിനൊക്കെ പോയി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മാമ്പഴപ്പുളിശ്ശേരിയുമായിരുന്നു. മാമ്പഴപ്പുളിശ്ശേരി ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയതാണ്. എന്നിരുന്നാൽ പോലും ഞാൻ പുട്ടിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു. പുട്ടും മാമ്പഴവും ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ മാമ്പഴപ്പുളിശ്ശേരിയും പുട്ടും അതിൻ്റെ കൂടെ പപ്പടവും കൂടി ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി കോമ്പിനേഷനാണ്. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഒന്ന് പുറത്തേക്ക് പോയി. എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേ ആയിട്ട് ആൾ വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു ക്യൂട്ട് ഹാൻഡ് ബാഗ്, അടിപൊളി ക്യൂട്ട് ഹാൻഡ് ബാഗ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒരു പെർഫ്യൂമൊക്കെ ആയിട്ടാണ് വന്നത്. ഞാനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ചിക്കിങ്ങിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ഇത്തവണത്തെ വിഷുവും ബർത്ത്ഡേയും ഒക്കെ വളരെ സ്പെഷ്യലായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നേരെ വീട്ടിലേക്ക് ഞാൻ പോന്നു.